മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള ലോർഡ്സ് പ്രേയർ, കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ അവസാനത്തെ ദൂതിലേക്കാണ് ഈ മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച ദൈവം നമ്മെ എത്തിച്ചിരിക്കുന്നത്. Thine is the kingdom, the power and the glory. രാജ്യം, ശക്തി, മഹത്വം അങ്ങേക്കുള്ളതല്ല. രാജ്യം എൻ്റെതല്ല, രാജ്യം വേറെ ആരുടേതുമല്ല. ദ കിങ്ഡം അങ്ങയുടേത് മാത്രമാണ്. ദ കിങ്ഡം അങ്ങയുടേത് മാത്രമാണ് രാജ്യം. ദ പവർ അങ്ങയുടേത് മാത്രമാണ് ശക്തി. ദ ഗ്ലോറി അങ്ങയുടേത് മാത്രമാണ് ഗ്ലോറി. മനസ്സിൽ പിടിച്ചിരിക്കാതെ അപ്പച്ചൻ്റെ കയ്യിലൊന്ന് ഇട്ടുകൊടുത്ത് കമാൻ കയറി വന്നാൽ. യെസ്, അങ്ങയുടേത് മാത്രം രാജ്യം, അങ്ങയുടേത് മാത്രം ശക്തി, അങ്ങയുടേത് മാത്രം മഹത്വം. ഇത് ആരംഭിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഒരു ഗ്രേറ്റ് സല്യൂട്ടേഷനിലാണ് അത് ആരംഭിക്കുന്നത്. ആ പ്രാർത്ഥന ആരംഭിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം വളരെ മഹത്വപൂർണ്ണമാണ്. ഒരിക്കൽ കൂടെ, ആരംഭത്തെക്കാൾ അവസാനം വളരെ മഹത്വപൂർണ്ണമാണ്. ഹേ, ഐ എം ടോക്കിംഗ് ടു യു. നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതം, നിങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബ ജീവിതം, നിങ്ങളുടെ ഓരോരുത്തരുടെ ശുശ്രൂഷ, നിങ്ങളുടെ ഓരോരുത്തരുടെ കരിയർ ആരംഭത്തെക്കാൾ അവസാനം നല്ലതായിരിക്കണം. ഈ ലോകത്തിൽ നിന്ന്, ഈ പുസ്തകം അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ, ഈ ലോകത്തിൽ നിന്ന് തല കുനിഞ്ഞല്ല നമ്മൾ പോകുന്നത്, തല ഉയർത്തിയായിരിക്കും നാം പോകുന്നത്. നിങ്ങളായിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ റിട്ടയർമെൻറ്റോട് അടുത്തപ്പോൾ പല ചേച്ചിമാരും പല ചേട്ടന്മാരും തല കുനിഞ്ഞ് ഇറങ്ങിയെങ്കിൽ കർത്താവ് ഇന്ന് പകൽ നിന്ന് നോക്കി പ്രവചിക്കുന്നു, അതേ സ്ഥലത്ത് തല ഉയർത്തിയായിരിക്കും നീ പുറത്തിറങ്ങുന്നത്. വൈ? ബിക്കോസ് നിൻ്റെ ആരംഭത്തെക്കാൾ നിൻ്റെ അവസാനം നല്ലതാണ്. എല്ലാ സ്റ്റുഡൻസും കരങ്ങൾ ഉയർത്തിയാട്ടെ. എല്ലാ സ്റ്റുഡൻസും, എല്ലാ വിദ്യാർത്ഥികൾ കരങ്ങൾ ഉയർത്തിയാട്ടെ. എല്ലാ വിദ്യാർത്ഥികൾ കരങ്ങൾ ഉയർത്തിക്ക് കേൾക്കണം. നിൻ്റെ കോഴ്സിൻ്റെ ആരംഭത്തെക്കാൾ നിൻ്റെ കോഴ്സിൻ്റെ അവസാനം ഒത്തിരി നല്ലതായിരിക്കും. കാരണം വേദപുസ്തകം അങ്ങനെ പറയുന്നു. സഭാപ്രസംഗി 7:8 വായിക്കുമ്പോൾ ഏതൊരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം നല്ലതാണ്. കേട്ടിരിക്കാം. ആമേൻ. ഓ പറ ആമേൻ. ഏതൊരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം നല്ലതാണ്. ആദമിൻ്റെ ആരംഭം നല്ലതായിരുന്നു, പക്ഷേ അവസാനം മോശമായി പോയി. ശലോമോൻ്റെ ആരംഭം നല്ലതായിരുന്നു, പക്ഷേ അവസാനം മോശമായി പോയി. അപ്സെറ്റ് ആകല്ല, ആ ലിസ്റ്റിൽ നിൻ്റെ പേരില്ല. നിൻ്റെ പേരെഴുതിയിരിക്കുന്ന വേറൊരു ലിസ്റ്റ് ഞാൻ പറയാം. യോസെഫിൻ്റെ ആരംഭം മോശമായിരുന്നു, അവസാനം ഒത്തിരി നല്ലതായിരുന്നു. മോശയുടെ ആരംഭം മോശമായിരുന്നു, അവസാനം ഒത്തിരി നല്ലതായിരുന്നു. ദാവീദിൻ്റെ ആരംഭം മോശമായിരുന്നു, അവസാനം ഒത്തിരി നന്നായിരുന്നു. ഹദസ്സയുടെ ആരംഭം മോശമായിരുന്നു, പക്ഷേ എസ്തേറിൻ്റെ അവസാനം ഒത്തിരി നല്ലതായിരുന്നു. ദാനിയേൽ അടിമയായിരുന്നു, ആരംഭം മോശമായിരുന്നു, അവസാനം അൺകമ്പയറബിൾ ആയിട്ടുള്ള ഗവർണറായി, അവസാനം ഏറ്റവും ശ്രേഷ്ഠമായി. യേശുവിൻ്റെ ആരംഭം പുൽത്തൊഴുത്തിലായിരുന്നു, അവസാനം ഒലിവുമലയുടെ മണ്ടയിൽ നിന്ന് കരകയറിപ്പോയെങ്കിൽ ആരംഭത്തിൽ ഇതുവരെ നിങ്ങൾ കണ്ടത് എളുപ്പമായതാണ്. എന്നാൽ ലഹരി പിടിച്ചത് വരാൻ പോകുന്നതേ ഉള്ളൂ. Yes, yes. Yes.
ഞാൻ വിചാരിച്ച എല്ലാവരും ആരവാരത്തോടെ കരങ്ങളെ അടിച്ച് അന്യഭാഷ പറഞ്ഞ് സ്വീകരിക്കുന്ന ഏറ്റവും നല്ല ദൂതുകൾ. യെസ് 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 ഏറ്റവും നല്ല ദൂതുകൾ, ഏറ്റവും നല്ല പ്രവചനങ്ങൾ, ഏറ്റവും നല്ല ശുശ്രൂഷ കാലങ്ങൾ, ഏറ്റവും നല്ല ഗ്യാതറിങ്സ്. ഈ തിരുവനന്തപുരം ജില്ലയുടെ സകല ഗ്രൗണ്ടുകളും തീർന്നില്ല, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സകല ഗ്രൗണ്ടുകളും നിറഞ്ഞു കവിയുവാൻ വേണ്ടി പോകുക. സഭയുടെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. കള്ളം പറയാത്ത ഈ പുസ്തകം പറയുന്നു, ഹബക്കുക്ക് 2:7-8 വാക്യങ്ങൾ. The latter glory shall be so greater than former glory. ഈ ആലയത്തിൻ്റെ മഹത്വം മുൻപുള്ളതിനേക്കാൾ. ഹഗായി 2:7-8, ഹഗായി 2:6-8 വരെയുള്ള വാക്യങ്ങളിൽ ഹഗായി സ്തോത്രം. The latter glory is going to be so greater. ഈ ആലയത്തിൻ്റെ മഹത്വം മുൻപുള്ളതിനേക്കാൾ പിൻപ് ഒത്തിരി മഹത്വമുള്ളതായിരിക്കും. ഏറ്റവും നല്ല മഹത്വം, കേട്ടില്ല, ഏറ്റവും നല്ല മഹത്വം വരാൻ പോകുന്നതേ ഉള്ളൂ. പ്രായം കൂടി കാണും, പെൻഷൻ പറ്റി കാണും, തലമുടി നരച്ച് കാണും. പക്ഷേ കള്ളം പറയാത്ത കർത്താവ് പറയുന്നു, ആശ തന്ന് നിരാശയിലേക്ക് തള്ളിയിടാത്ത കർത്താവ് പറയുന്നു, കാല് വാരാത്ത കർത്താവ് പറയുന്നു, നിന്റെ നല്ല കാലങ്ങൾ വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഉറക്കം എഴുന്നേറ്റ് കട്ടിലിൽ നിന്ന് ഇരു കാലുകൾ നിലത്ത് തൊടുന്നതിന് മുൻപേ പ്രഖ്യാപിക്കണം, എൻ്റെ ബെസ്റ്റ് ദിവസത്തിലേക്കാണ് ഞാൻ പ്രവേശിപ്പാൻ പോകുന്നത്. എൻ്റെ ഏറ്റവും നല്ല ദിനത്തിലേക്ക്. എത്ര പേർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു? എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും നല്ല ദിവസത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകുകയാണ്. ഇത് ആക്സിഡൻറ്റിൻ്റെ ദിനമല്ല, രോഗങ്ങളുടെ ദിനമല്ല, പോരാട്ടങ്ങളുടെ ദിനമല്ല, മാനസിക സംഘർഷത്തിൻ്റെ ദിനമല്ല, നഷ്ടങ്ങളുടെ ദിനമല്ല. ആമേൻ പറ മക്കളെ എല്ലാവരും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് ദിനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. This is the day that the Lord has made, and we will rejoice and be glad in it. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. അതുകൊണ്ട് ഇത് അഭിഷേകത്തിൻ്റെ ദിനമാണ്. എല്ലാ ദിവസവും പറയണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം, ഇത് അഭിഷേകത്തിൻ്റെ ദിനമാണ്, ഇത് ശക്തിയുടെ ദിനമാണ്, ഇത് ദർശനങ്ങൾ കാണുന്ന ദിനമാണ്, ഇത് ദൂതകൾ ഏറ്റെടുക്കുന്ന ദിനമാണ്, ദൈവ ശബ്ദം കാണുന്ന ദിനമാണ്, ദൈവ ശബ്ദം കേൾക്കുന്ന ദിനമാണ്, ദൈവം എന്നോട് സംസാരിക്കുന്ന ദിനമാണ്, കലവറകൾ തുറക്കുന്ന ദിനമാണ്. എൻ്റെ മുൻപിൽ തകർന്ന വ്യക്തികൾ ആരെയൊക്കെയോ ദൈവം അയച്ച് അവരെ രക്ഷയിലേക്ക് നടത്തുന്ന ദിനമാണ്. എന്നിലൂടെ പിശാചിന് നഷ്ടവും സ്വർഗത്തിന് ലാഭം വരുന്ന ദിനമാണ്. എൻ്റെ ബെസ്റ്റ് ദിനമാണിത്. Because that's a biblical pattern. He will give you the least in the beginning and the last. He will keep the best towards the last. അവൻ ഏറ്റവും അവസാനം നല്ലത് നിങ്ങൾക്കായി കരുതുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് തുടങ്ങിയതായ ആ പ്രാർത്ഥനയിൽ രാജ്യവും ശക്തിയും മഹത്വവും. അതാണ് ഇന്ന് പകലത്തെ അതെ ടൈറ്റിൽ. രാജ്യവും ശക്തിയും മഹത്വവും. രാജ്യവും ശക്തിയും മഹത്വവും. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ്? രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്കുള്ളത്. അത്രേ അങ്ങേക്കുള്ളത്. കാരണം ഞാൻ അങ്ങേക്കുള്ളതാണ്.
ഒരു ജാരന്മാർക്കും ഞാൻ എന്നെ കൊടുക്കത്തില്ല. യെരൂശലേം പുത്രന്മാരും പുത്രിമാരും എൻ്റെ ചുറ്റും നിന്ന് ബാർഗെയിൻ ചെയ്താലും ഞാൻ എൻ്റെ പാർഷ്യൽ അല്ല, ഞാൻ എൻ്റെ ടോട്ടൽ, എനിക്ക് വേണ്ടി ചങ്ക് തുറന്ന് അവസാന തുള്ളി രക്തം വരെ തന്ന എൻ്റെ കർത്താവിന് ഞാൻ എന്നെ തന്നെ കൊടുത്തത് കൊണ്ട് എൻ്റെ ഒരു കാര്യം പോലും എൻ്റെതല്ല, എല്ലാം അങ്ങയുടേതാണ്. ഞാൻ എഴുന്നേൽക്കുന്നത്, ഞാൻ ഇരിക്കുന്നത്, ഞാൻ നടക്കുന്നത്, ഞാൻ ജീവിക്കുന്നത് ഒന്നും എനിക്ക് വേണ്ടിയല്ല. പറ, എല്ലാം അങ്ങക്ക് വേണ്ടിയാണ്. ഒരു ഗ്ലാസ് വെള്ളം പോലും എൻ്റെ വീട്ടിൽ പകരുന്നത് അങ്ങയുടെ നാമത്തിനാണ്. പിന്നെയല്ലേ ആ ചെറുക്കൻ്റെ കല്യാണവും ആ പെണ്ണിൻ്റെ കെട്ടും അവരുടെ ജോലിയും തലമുറകളുടെ സ്റ്റെപ്പും ഒന്നും ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നില്ല. എല്ലാ അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ one more time എല്ലാം അങ്ങേ എല്ലാം അങ്ങേ ഒന്നും എനിക്ക് വേണ്ടിയല്ല, എല്ലാം അങ്ങക്ക് വേണ്ടി. തിരുനാമം ഉയർന്നിടട്ടെ. സോ എല്ലാം ആ പിള്ളേരെ നോക്കി പറയണം, ആ വീട്ടിലുള്ള സകല കാര്യങ്ങൾ നോക്കി പറയണം. ഇത് കുറച്ച് ദിവസം എൻ്റെ കയ്യിൽ നീ തന്നേ ഉള്ളൂ, പക്ഷെ ഇതെല്ലാം അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനാണ്. ചില ദിവസം ചില വർഷങ്ങൾ എൻ്റെ കയ്യിൽ തന്നേ ഉള്ളൂ, പക്ഷെ എല്ലാം അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനാണ്. ഓ കമോൺ, ആരുടെയോ ഏരിയകളിൽ രാജാതി രാജാവ് ഇറങ്ങി നടക്കുന്നത് ഇന്ന് പകൽ ഞാൻ അനുഭവിക്കുക. രാജ്യം, ശക്തി, മഹത്വം ഇതൊന്നും എൻ്റെതല്ല, അങ്ങയുടേതാണ്. ഹേ, ആ പ്രാർത്ഥനയുടെ ഒരു എക്കോ പോലെയാണ്. അതിൻ്റെ ആരംഭത്തിൽ കേട്ടതിൻ്റെ എക്കോയാണ് അതിൻ്റെ അവസാനവും കേൾക്കുന്നത്. ആരംഭത്തിൽ നമ്മൾ കേട്ടു 3 കാര്യം അങ്ങയുടേതാണ്. അങ്ങയുടെ നാമം, അങ്ങയുടെ രാജ്യം. പറ ജനമേ, പറ സഹോദരങ്ങളെ, പറ ദൈവമക്കളെ, PG അങ്കിൾ പറയുന്ന പോലെ പറ കൂടെ പിറപ്പേ. അങ്ങയുടെ നാമം, അങ്ങയുടെ രാജ്യം, പിന്നെ എന്തുവാ? അങ്ങയുടെ ഇഷ്ടം. ഇതാണ് ആരംഭത്തിൽ നമ്മൾ കേട്ടത്. അങ്ങയുടെ രാജ്യം, അങ്ങയുടെ നാമം, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ ഇഷ്ടം. അവസാനം വന്നപ്പോൾ അങ്ങയുടെ രാജ്യം. യെസ്, രാജ്യം. ആരംഭത്തിലെ രാജ്യം, അവസാനവും രാജ്യം. പിന്നെ അങ്ങയുടെ ഇഷ്ടം. അങ്ങയുടെ ഇഷ്ടം എൻ്റെ ശക്തി കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ അങ്ങയുടെ ശക്തിയെ കഴിയത്തുള്ളൂ. യെസ്, എൻ്റെ ശക്തി കൊണ്ടും എൻ്റെ യുക്തി കൊണ്ടും ഞാൻ ചെയ്താൽ അത് എൻ്റേതായി പോകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എൻ്റെ ശക്തിയും എൻ്റെ യുക്തിയും താഴ്ത്തി വച്ചിട്ട് എൻ്റെ ശക്തിയും എൻ്റെ യുക്തിയും താഴ്ത്തി വെച്ചിട്ട് അങ്ങയുടെ ശക്തി, അപ്പോഴാണ് അങ്ങയുടെ ഇഷ്ടത്തിൽ എനിക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നത്. ഒരിക്കൽ കൂടെ അങ്ങയുടെ ശക്തി ഫുൾഫിൽ ചെയ്യുവാൻ കഴിയുന്നത്. ബോറടിക്കാത്തവർ ഹല്ലേലൂയ പറഞ്ഞാണ്. സോ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ യെസ്, ആ മഹത്വം കൂടെ അവിടെ ഫുൾഫിൽ ആകുന്നു. സോ ആരംഭത്തിൽ അങ്ങയുടെ സ്തോത്രം നാമം,
അങ്ങയുടെ രാജ്യം, അങ്ങയുടെ ഇഷ്ടം. അവസാനം വരുമ്പോൾ അങ്ങയുടെ രാജ്യം തന്നെ, അങ്ങയുടെ ശക്തി, അങ്ങയുടെ മഹത്വം. ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ. മനസ്സിലായവരെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ. ദൈവത്തിൻ്റെ രാജ്യം, അവസാനവും ദൈവത്തിൻ്റെ രാജ്യം. ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ദൈവമഹത്വം. സോ ദൈവരാജ്യം, ദൈവശക്തി, ദൈവത്തിൻ്റെ മഹത്വം. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഇതൊന്നും നമ്മുടേതല്ല. പറഞ്ഞാട്ടെ, ഇതൊന്നും നമ്മുടേതല്ല. നമ്മുടെ രാജ്യമല്ല, നമ്മുടെ ശക്തിയല്ല, നമ്മുടെ ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞ ഒരു ഡേഞ്ചറസ് ഗ്രൂപ്പിനെ നിങ്ങൾക്ക് ഉൽപ്പത്തി 11 കാണുവാൻ കഴിയും. നമുക്ക് പേരെടുപ്പാൻ ഒരു ബാബേൽ ടവർ പണിയാം. നമുക്ക് പേരെടുപ്പാൻ ഒരു ടവർ നമുക്ക് പണിയാം. നമ്മൾ 4 പേരുണ്ടെന്ന് മറ്റുള്ളവർ അറിയണ്ടേ? നമ്മൾ പട്ടണത്തിൽ ഒരു നിർണായക ശക്തിയെന്ന് മറ്റുള്ളവർ അറിയട്ടെ. നമ്മൾ ഏതാണ്ട് വലിയവരെന്ന് മറ്റുള്ളവർ അറിയട്ടെ. അതിൻ്റെ പേരാണ് നിഗളം. നിഗളികളോട് ഇന്ന് പകലും ദൈവം എതിർത്ത് നിൽക്കുമ്പോൾ താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കുന്നു. ആ ജനത്തിന് യൂണിറ്റി ഉണ്ടായിരുന്നു, നമുക്കില്ലാത്തത് അതാണ്. ആർക്ക്? ബാബേൽ ടവർ നിർമ്മിച്ചവർക്ക് ഐക്യതയുണ്ടായിരുന്നു. കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ അവർക്ക് കയ്യിലുണ്ടായിരുന്നില്ല. അവർക്ക് യൂണിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? സ്തോത്രം, അവർ വിചാരിച്ചതുപോലെ ടവർ ഉയർന്നു. ഐക്യതയുണ്ടെങ്കിൽ എന്തും നടക്കും. അവർക്ക് ഐക്യതയുണ്ടായിരുന്നു, കാരണം അവർക്കൊരു ഭാഷയായിരുന്നു. ഐക്യത ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്കൊരു ഭാഷയായിരുന്നു. ഒരാൾ കല്ലെന്ന് പറഞ്ഞാൽ മറ്റേ ആൾ കല്ല് തന്നെ കൊടുക്കുന്നു. സിമെൻ്റ് എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് തന്നെ കൊടുക്കുന്നു. കുമ്മായം എന്ന് പറഞ്ഞാൽ കുമ്മായം എന്ന് തന്നെ കൊടുക്കുന്നു. സോ ഒരാൾ പറയുന്നത് തന്നെ മറ്റേ ആൾ മനസ്സിലാക്കും. അവർക്ക് ഭാഷ ഒന്നായിരുന്നു. കമോൺ, നമ്മുടെ വീട്ടിൽ ഭാഷ അവിയലാണ്. കയ്യേർത്തണ്ട, കേട്ടിരിക്കുക. നമ്മുടെ വീട്ടിൽ ആരോ പറയുന്നു, എൻ്റെ വീട്ടിൽ അവിയലല്ല, ഭാഷ സാമ്പാറാണ്. രണ്ടും ഒന്നാ. സ്തോത്രം. പക്ഷെ ബാബേൽ ടവർക്കാർക്ക് സ്തോത്രം ഒറ്റ ഭാഷയായിരുന്നു. And they were able to raise that tower. അവിടെ പണി കാണാൻ ദൈവം ഒരു ദിവസം ഇറങ്ങി വന്നു. എല്ലാ സഭായോഗങ്ങളിലും ദൈവം ഇറങ്ങി വരും. കേക്ക്, അടുത്ത ഇത് കേട്ടിട്ട് കൈയടിക്ക്. എല്ലാ സഭായോഗങ്ങളിലും അപ്പച്ചൻ വരും. എത്രത്തോളം എൻ്റെ മഹത്വം ഉണ്ട്. ആ ശുശ്രൂഷയിൽ എത്രത്തോളം ഞാനുണ്ട്. സൺഡേ സ്കൂളിൽ തുടങ്ങി എല്ലാവരും കേട്ടിരിക്കെ, എത്രത്തോളം യേശു ശുശ്രൂഷയിലുണ്ട്. യേശുവിൻ്റെ നാമം എത്രത്തോളം ഓരോ ശുശ്രൂഷയിൽ മഹത്വമെടുക്കുന്നു. അല്ലാതെ വല്ല അമ്മാമ്മയാണോ അച്ചാച്ചനാണോ അവിടെ പൊങ്ങി നിൽക്കുന്ന ബാബേൽ ടവർ പോലെ. ബുർജ് ഖലീഫ, ഐഫാൽ ടവർ അല്ല ഉയരേണ്ടത്. ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കും. ബാബേൽ ടവർ കാണാൻ കർത്താവ് ഇറങ്ങി വന്നപ്പോൾ അവിടെ ദൈവത്തിൻ്റെ രാജ്യമല്ല, ദൈവത്തിൻ്റെ ശക്തിയല്ല, ദൈവത്തിൻ്റെ മഹത്വമല്ല, നമുക്ക് പേരുണ്ടാക്കുവാൻ ജനം ഇതാ ഒരു ടവർ പണിതിരിക്കുന്ന. വേദപുസ്തകം പറയുന്നു, ഗോഡ് കൺഫ്യൂസ് ദെയർ ലാംഗ്വേജ്. ദൈവം അവിടെ ഭാഷയെ കലക്കിക്കളഞ്ഞു. ദൈവം അവരുടെ ഭാഷയെ കലക്കിയപ്പോൾ ഇപ്പം നമുക്ക് ഒരുത്തൻ കല്ല് ചോദിക്കുമ്പോൾ വേറൊരുത്തൻ വെട്ടുകത്തി കൊടുക്കുന്നു. ഭാഷ കലങ്ങിപ്പോയി. ഒരുത്തൻ കോൺക്രീറ്റ് ചോദിക്കുമ്പോൾ വേറൊരുത്തൻ മണൽ കൊടുക്കുന്നു. ഒരുത്തൻ കുമ്മായം ചോദിക്കുമ്പോൾ വേറൊരുത്തൻ സ്തോത്രം പിക്കാസ് എടുക്കുന്നു. അതാണ് നിങ്ങളുടെ വീട്ടിൽ. കമാൺ, ഞാൻ എന്തോ പറഞ്ഞേ, അതാണ് പലയിടത്തും നടക്കുന്നത്. കാരണം അച്ചാച്ച ഒന്ന് പറയുമ്പോൾ അമ്മമ്മ വേറൊന്ന് ചെയ്യുന്നു. കൈ ഉയർത്തണ്ട, കേട്ടിരിക്കുക. ഭാഷ കലങ്ങിപ്പോയി. പഴയ നിയമത്തിൽ ഭാഷ കലക്കി, പഴയ ദൈവം നിർത്തി. ഒരിക്കൽ കൂടെ, പഴയ നിയമത്തിൽ ഭാഷ കലക്കി, പഴയ നിയമത്തിൽ ഭാഷ കലക്കി, പഴയ ദൈവം നിർത്തി. അപ്പോസ്തല പ്രവൃത്തി 2 കലങ്ങിയ ഭാഷയെ തിരികെ കൊടുത്തു. ആത്മാവിൻ്റെ ഭാഷ, അന്യഭാഷ കൊടുത്തു. എന്നിട്ട് സഭയുടെ പണി ആരംഭിച്ചു. സഭയുടെ പണി അന്ന് തുടങ്ങിയതാ.
ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. ഒരു ഭൂതത്താനും ഒരു മനുഷ്യനും അത് പൊളിക്കാൻ പറ്റത്തില്ല. കാരണം പണിയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, രാജാതി രാജാവാ. സോ അങ്ങയുടെ നാമം, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ രാജ്യം. ഓർഡറിൽ പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞാട്ടെ, അങ്ങയുടെ രാജ്യം. അങ്ങനെയല്ല, വീട്ടിൽ പറയുന്ന പോലെ പറ, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ നാമം, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ ശക്തി. ഒരിക്കൽ കൂടെ, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ ശക്തി, അങ്ങയുടെ മഹത്വം. രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേക്കുള്ളത് അത്രേ. സോ എന്താ നിങ്ങൾക്ക് മനസ്സിലായേ? സ്തോത്രം. അതൊരു സമർപ്പണത്തിൻ്റെ ശബ്ദമല്ലേ? കമോൺ, അതൊരു സമർപ്പണത്തിൻ്റെ ശബ്ദമല്ലേ? കൊമ്പുയർത്തി വമ്പ് പറയാതെ, കമോൺ, കൊമ്പുയർത്തി വമ്പ് പറയാതെ ഞാനങ്ങ് ഇറങ്ങി അങ്ങ് ചെത്തി എന്നല്ലല്ലോ പറയുന്നേ. അർത്ഥം, സ്തോത്രം, പ്രാർത്ഥിക്കുന്നവന് ഭയങ്കര താഴ്മയുണ്ടായിരിക്കും. പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ പ്രാർത്ഥനക്കാരെ കണ്ടാൽ തിരിച്ചറിയാം. എന്താ തുറച്ചു നോക്കിയേ? എന്താ ചേച്ചി, നമ്മൾ തമ്മിൽ വിഷയമൊന്നുമില്ലല്ലോ, ഒരു സ്തോത്രം പറ. യഥാർത്ഥ പ്രാർത്ഥനക്കാർക്ക് നല്ല താഴ്മയുണ്ടായിരിക്കും. കാരണം അവർ ഒരിക്കലും തങ്ങളുടെ ടവറല്ല പണിയുന്നേ. അങ്ങയുടെ രാജ്യം, അങ്ങയുടെ ശക്തി, അങ്ങയുടെ മഹത്വം, അത് കമ്മിറ്റ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. ആ അഡോറേഷൻ, ആ വലിയ സമർപ്പണത്തെയാണ് കാണിക്കുന്നത്. എല്ലാവരും പറഞ്ഞാട്ട് വലിയ സമർപ്പണം. ആ വലുതിന് അത്ര വലിപ്പം ഇല്ലായിരുന്നല്ലോ. ഒരിക്കൽ ഇവിടെ പറഞ്ഞേ, ശബ്ദം ഉയർത്തി. എന്തോ സമർപ്പണം? വലിയ സമർപ്പണം. മക്കളെ, ഒരു കാര്യം പറഞ്ഞു തരട്ടെ, നിന്റെ സമർപ്പണം എത്രത്തോളം ഉണ്ടോ അത്രത്തോളമാണ് മഹത്വമുള്ളത്. എഴുതിയിട്ട് കാണാതെ പഠിക്കുക. സമർപ്പണം ഡയർലി പ്രൊപ്പോർഷണൽ ടു ഗ്ലോറി. ഗ്ലോറിക്ക് പല ലെവൽസ് ഉണ്ട്. 30 ലക്ഷത്തിനും മഹത്വം ഉണ്ടായിരുന്നു. 120 പ്രഭുക്കന്മാർക്കും മഹത്വം ഉണ്ടായിരുന്നു. മോശയോട് ചോദിച്ചാൽ പറയും. 70 ഇസ്രായേൽ മൂപ്പന്മാർക്കും മഹത്വം ഉണ്ടായിരുന്നു. അതിന് മുകളിലുള്ള 12 ഗോത്രപിതാക്കന്മാർക്കും മഹത്വം ഉണ്ടായിരുന്നു. അഹരോനും ഹൂരനും യോശുവയ്ക്കും മഹത്വം ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ മഹത്വം കൊണ്ടവൻ മോശയായിരുന്നു. സോ ഗ്ലോറിക്ക് പല ലെവൽസ് ഉണ്ട്. ഇന്ന് പകൽ ആരോ അല്പം കൂടെ സമർപ്പിക്കുന്നത് കൊണ്ട് അടുത്തൊരു ലെവൽ ഓഫ് ഗ്ലോറിയിലേക്ക് ദൈവകൃപയാൽ ദൈവം നിന്നെ കയറ്റും. ഞാൻ പറയുന്നത് സിമ്പിൾ മലയാളം നോക്കിയേ. സ്തോത്രം. എത്രത്തോളം ദൈവസന്നിധിയിൽ നിനക്ക് സമർപ്പണമുണ്ടോ, കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ, അത്രത്തോളമാണ് നിന്റെ ഉള്ളറകളിൽ ദൈവത്തിൻ്റെ മഹത്വം വ്യാപരിക്കുന്നത്. എനിക്കൊരു വലിയ മഹത്വം വേണമെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. സിമ്പിൾ. കുറച്ചുകൂടെ ഒരു സമർപ്പണത്തിലേക്ക് ഈ നല്ല ഞായറാഴ്ച വരട്ടെ. ഹല്ലേലൂയ. കം. 4000 വർഷങ്ങൾക്ക് മുമ്പ് ടാബർനാക്കിലേക്ക് പോകാം, സമാഗമന കൂടാരത്തിലേക്ക് പോകാം. ട്രിവാൻഡ്രത്താണ് ഇരിക്കുന്നത്. ഒറ്റയാണ്, കുനിഞ്ഞു നോക്കല്ലേ, എല്ലാവരും എന്നെ നോക്കിയാട്ടോ. സ്തോത്രം. വാ, ടാബർനാക്കിലേക്ക് പോകാം. സമാഗമന കൂടാരം കാണിച്ചു തരാം. സമാഗമന കൂടാരം. ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, നിരന്തരം സമാഗമന കൂടാരത്തിൻ്റെ ആ പ്രാകാരത്തിലുള്ള യാഗപീഠത്തിൽ തീ ഉണ്ടായിരിക്കണം. നിരന്തരം, കണ്ടിന്യൂലി, നിരന്തരം. സ്തോത്രം. യാഗപീഠത്തിൽ തീ ഉണ്ടായിരിക്കണം. മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. 9-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ സ്തോത്രം, ആ യാഗപീഠത്തിൽ തീ മാത്രമല്ല, ഒരു യാഗവസ്തു കൂടെയുണ്ട്. ഒരു യാഗവസ്തുവുണ്ട്. ആ യാഗവസ്തു മോശയുടെ ഇഷ്ടത്തിലോ അഹരോൻ്റെ ഇഷ്ടത്തിലോ അല്ല വെച്ചത്. 100% സമാഗമന കൂടാരത്തിൻ്റെ ഉടമസ്ഥനായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് വെച്ചിരിക്കുന്നത്. മനസ്സിലായ ആമേൻ പറഞ്ഞേ. കേക്ക്. ആ യാഗവസ്തുവിന് ഒരു വിലയുണ്ട്. അപ്പം വില കൊടുത്താണ് ആരാധിക്കേണ്ടത്. ആരോട് പറയാൻ ഇതൊക്കെ? ആ യാഗവസ്തുവിന് ഒരു വിലയുണ്ട്. അപ്പം വില കൊടുത്താണ് ആരാധിക്കേണ്ടത്. തിരിച്ചു ചെല്ലുമ്പോൾ വീട്ടിൽ തല്ലാൻ ഭർത്താവ് റെഡിയായി നിൽക്കുന്ന സഹോദരിമാർ എൻ്റെ മുൻപിലുണ്ട്. പക്ഷെ എങ്കിലും അവർ പറയും, ആരാധനയ്ക്ക്
ഒരു മുടക്കം വരുത്തത്തില്ല. അയൽവാസികളുടെ നിന്ദയും അപമാനമുണ്ട്. പക്ഷേ എങ്കിലും അവർ പറയും, ഞങ്ങൾ വില കൊടുത്താണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ ഉപദേശിയെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഞാൻ അവനെ കൊല്ലും, അല്ലെങ്കിൽ കാല് വെട്ടും എന്ന് പറഞ്ഞവനെ പിന്നത്തേതിൽ ഞാൻ സ്നാനപ്പെടുത്തിയ ചരിത്രം ഈ പട്ടണത്തിലുണ്ട്. അടുത്ത് നിന്റെ ഭർത്താവായിരിക്കും അടുത്ത് സ്നാനപ്പെടാൻ വേണ്ടി പോകുന്നേ. വില കൊടുത്ത് ആരാധിക്കണം. കേട്ടവർ ആമേൻ പറഞ്ഞേ. അപ്പം യാഗവസ്തുവിനൊരു വിലയുണ്ട്. എഗെയിൻ ആ യാഗവസ്തുവിനെ അല്ലെങ്കിൽ യാഗമൃഗത്തെ കൊല്ലുമ്പോൾ ഒരു വേദനയുണ്ട്. ഒരു യാഗമൃഗവും ചിരിച്ചല്ല മരിച്ചത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത്, കരഞ്ഞാണ് കൊല്ലപ്പെട്ടത്. സ്തോത്രം. യാഗവസ്തു ആ യാഗപീഠത്തിന്മേലുണ്ട്. തിരുവചനം പറയുന്നു, ലേവ്യ പുസ്തകം 9-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ, ആ യാഗമൃഗത്തെ ആ യാഗപീഠത്തിന്മേൽ വച്ചപ്പോൾ ആരാധന കത്തിച്ച് ഒരിക്കൽ കൂടെ പോയി. പുസ്തകം വായിച്ചാലല്ലേ ഇതിന് സ്തോത്രം പറയാൻ പറ്റും. ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിൽ ആ യാഗവസ്തുവിനെ യാഗപീഠത്തിൽ വെച്ചപ്പോൾ ആരാ കത്തിച്ച്? മോശയാണോ കത്തിച്ച്? അഹരോനാണോ കത്തിച്ച്? മോശയുമല്ല, അഹരോനുമല്ല കത്തിച്ച്. യാഗം പറഞ്ഞു കൊടുത്ത, യാഗം വയ്ക്കേണ്ട രീതിയിൽ വയ്ക്കണമെന്ന് പറഞ്ഞ ദൈവം അതിനെ കത്തിച്ച്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് കർമ്മേലിൻ്റെ മുകളിൽ എലിയാ പ്രാർത്ഥിച്ചപ്പോഴേക്കും തീ വീണു എന്നാണ്. നല്ല കാര്യം. എലിയാവേ, നീ എന്താ ഇത്ര കോൺഫിഡൻസ് ആയിട്ട് യാഗപീഠം ഒരുക്കുന്നത്? അതെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ മോശ പാസ്റ്റർ കാലത്ത് അവൻ ചെയ്യേണ്ടതുപോലെ ചെയ്തപ്പോൾ ദൈവം തീയ സ്വർഗത്തിൽ നിന്ന് അയച്ചത് കൊണ്ടാണ് എലിയാ പറയുന്നത്, ഞാൻ അങ്ങയുടെ ദാസനും ഈ ചെയ്തിരിക്കുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല, അങ്ങയുടെ ഇഷ്ടത്തിൽ ചെയ്തെന്ന് വരേണ്ടതിന് വേണ്ടി ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. നീയും ഞാനും ചെയ്യേണ്ടത് ചെയ്താൽ തീ കൊണ്ട് ഉത്തരമരളി അതിനെ അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കേൾക്ക്. അടുത്തൊരു പ്രവചന ദൂത് ഞാൻ പറയട്ടെ. ഈ ആഴ്ചയിൽ പുറമേയുള്ള കണ്ണുകൊണ്ട് കാണത്തക്ക പ്രത്യക്ഷമായൊരു വിടുതൽ ആരുടെ മേലോ ദൈവം അയക്കാൻ പോവാ. ഏറ്റെടുക്കണം, ഏറ്റെടുക്കണം, ഏറ്റെടുക്കണം. നാട്ടുകാർ എല്ലാവരും കാണത്തക്ക വിധത്തിൽ ഈ ആഴ്ച നിനക്കൊരു വിടുതലുണ്ട്. യെസ് യെസ്, വാ തുറന്നു, വാ തുറന്നു, വാ തുറന്നു, ശക്തിയോടെ. സമർപ്പിക്കേണ്ട രീതിയിൽ ദൈവത്തിൻ്റെ ജനം ആകുന്ന നീയും ഞാനും കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ, സമർപ്പിക്കേണ്ട രീതിയിൽ നീയും ഞാനും സമർപ്പിച്ചു കഴിഞ്ഞാൽ, നിന്റെ മറുപടി രഹസ്യത്തിലല്ല, നിന്റെ മറുപടി തിരശ്ശീലയ്ക്ക് പിൻപിലല്ല, നാട്ടുകാർ മുഴുവൻ കാണത്തക്ക രീതിയിൽ പ്രത്യക്ഷമായൊരു വിടുതൽ അവനേക്കും. ഞാൻ പറയുന്നത് സമർപ്പണം. ശബ്ദമുയർത്തി പറഞ്ഞേ, സമർപ്പണം. രാജ്യം അങ്ങയുടേതാണ്, ശക്തി അങ്ങയുടേതാണ്, മഹത്വം അങ്ങയുടേതാണ്. ഞാൻ ഒരു യാഗവസ്തുവായി അങ്ങയുടെ യാഗപീഠത്തിലിരിക്കുക. ഇപ്പം നീയും ഞാനുമാണ് ജീവനുള്ള യാഗ. കമാൺ. ആരുടെയൊക്കെ കണ്ണ് നിറഞ്ഞ, ആരൊക്കെ കണ്ണ് തുടച്ചു നേരത്തെ പാട്ട് പാടിയപ്പോൾ? ആരൊക്കെ സ്തോത്രം? അതെ, കണ്ണുനീരില്ലാത്ത ഒരു ആരാധന നമുക്കില്ല. കാരണം സ്തോത്ര യാഗപീഠത്തിരിക്കുന്ന ആടും മാടമല്ല, നീയും ഞാനുമാണ് ഇരിക്കുന്നത്. ഇരിക്കേണ്ട രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ജ്വലിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അല്പം ഡീപ്പാണ് ഈ ഒന്നാമത്തെ പോയിന്റ്. കേൾക്കുന്നവർ മനസ്സിലാക്കുന്നവർ കരങ്ങളൊന്ന് ചലിപ്പിച്ചാണ്. യാഗപീഠത്തിൽ സ്വർഗത്തിൽ നിന്ന് തീ വന്നത് ജ്വലിച്ചപ്പോൾ, കേക്ക്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യാഗപീഠത്തിൽ ആ തീ ജ്വലിച്ചപ്പോൾ അത് മനുഷ്യൻ്റെ തീയല്ല, ദൈവത്തിൻ്റെ തീയ. ചർച്ചിൽ അന്യാഗ്നി അല്ല കത്തേണ്ടത്, ചർച്ചിൽ സ്വർഗീയ അഗ്നിയാണ് കത്തേണ്ടത്. സുരേഷ് ബാബു വന്ന് കത്തിച്ചു, ജീസൺ ആന്റണി വന്ന് കത്തിച്ചു, കീബോർഡ് കത്തിച്ചു, നടക്കത്തില്ല മക്കളെ. അതെല്ലാം അന്യാഗ്നിയാണ്. നീ ആരാധിക്കുകയാണ്, ആരാധിപ്പിക്കുകയല്ല. നീ ഉണരുകയാണ്, അല്ല ഞങ്ങൾ ആരെങ്കിലും വന്ന് നിന്നെ ഉണർത്തുകയല്ല. സകല അന്യാഗ്നികളും കെട്ടുമാറട്ടെ, സ്വർഗീയ അഗ്നി ആളിക്കത്തട്ടെ.
കേൾക്കുന്നോ? നിന്റെ സമർപ്പണത്തിലാണ് തീ കത്തുന്നത്, അല്ലാതെ കീബോർഡിന്റെ താളത്തിലല്ല തീ കത്തുന്നത്, പ്രാസംഗിന്റെ ഒച്ചയിലല്ല തീ കത്തുന്നത്. കേക്ക്, നീ 4ാം തലമുറ പെന്തിക്കോസായിരിക്കാം, 2ാം തലമുറ പെന്തിക്കോസായിരിക്കാം, പഴയ വിശ്വാസിയായിരിക്കാം, നിന്റെ സമർപ്പണത്തിലാണ്. ദൈവം തീയെ കത്തിക്കുന്നത്. പുറത്തുള്ള യാഗപീഠത്തിൽ നോക്കി, എൻ്റെ കണ്ണിൽ നോക്കി എല്ലാവരും, പുറത്തുള്ള യാഗപീഠത്തിൽ സമർപ്പണം നടന്നപ്പോഴേക്കും കത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഗ്യാരണ്ടി, ഗ്യാരണ്ടി, വാറണ്ടി, വാറണ്ടി, ഗ്യാരണ്ടി, ഗ്യാരണ്ടി, ഗ്യാരണ്ടി. 2 years അല്ല, 5 years അല്ല, ലൈഫ് ലോങ് ഗ്യാരണ്ടി. ഞാൻ പറയട്ടെ, ലൈഫ് ലോങ് ഗ്യാരണ്ടി. സമർപ്പിക്കേണ്ട രീതികൾ സമർപ്പിച്ചാൽ ജ്വലിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. രണ്ടുപേരെ തൊട്ട് പറ, ജ്വലിച്ചേ ജീവിക്കത്തുള്ളൂ. പെട്ടെന്ന് പറഞ്ഞേ, മൂത്തോക്കി പറ, മൂത്തോക്കി പറ. പുകഞ്ഞല്ല ജീവിക്കുന്നത്, പുകഞ്ഞല്ല ജീവിക്കുന്നത്. ഒരു ഈച്ചയ്ക്കും കൊതുകിനും പൂച്ചയ്ക്കും എൻ്റെ മേൽ വന്നിരിക്കാൻ കഴിയത്തില്ല, കാരണം കത്തിച്ച ഒരു തീയുണ്ട്. ഇറങ്ങിപ്പോ, 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 ഇറങ്ങിപ്പോ. ദുഷ്ടന്റെ സകല ആവരണങ്ങളും അടവുകളും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ സ്വർഗീയ അഗ്നിയിൽ നിന്ന്, അഗ്നിയുടെ മുൻപിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ. പുറത്തെ യാഗപീഠത്തിലിരുന്ന് അത് കത്തുമ്പോൾ സമർപ്പണം. എല്ലാവരും പറഞ്ഞേ സമർപ്പണം. പുറത്ത് കത്തുമ്പോൾ അഹരോനിതാ പെട്ടെന്ന് ഓടി വന്ന് സ്തോത്രം, തിരിയിൽ ആ തീയെ എടുത്ത്, അഹരോനെ, ഈ തീ എവിടെ നിന്നാ വന്നേ? ഇത് വീട്ടിൽ നിന്നല്ല, ഇത് സ്വർഗത്തിൽ നിന്നാ വന്നേ. സ്വർഗത്തിൽ നിന്ന് വന്ന് ആ തീയെ എടുത്ത്, യാഗപീഠത്തിൽ നിന്നെടുത്ത് വിശുദ്ധ സ്ഥലത്തേക്ക് പോകുക. നീ എങ്ങോട്ടാ പോകുന്നേ? വിശുദ്ധ സ്ഥലത്ത്. ഇതാ സ്തോത്രം, എനിക്കൊരു ശുശ്രൂഷയുണ്ട്. അവിടെ ഒരു കതിര വിളക്കുണ്ട്. ആ കതിര വിളക്ക് ഞായറാഴ്ച മാത്രമല്ല കത്തേണ്ട, അത് എൻ്റെ തലമുറയെ മാത്രമല്ല കത്തേണ്ട, അത് ചില വിശേഷ ദിവസങ്ങൾ മാത്രമല്ല കത്തുന്നത്. ചിലർ കത്തുന്ന ചില സ്പെഷ്യൽ ഫാസ്റ്റിംഗ് പ്രേയറിന് മാത്രമേ കത്തത്തുള്ളൂ. ചിലർ കത്തുന്നത് ചില സ്പെഷ്യൽ പ്രീച്ചേഴ്സ്, ചില ഇഷ്ടപ്പെട്ട പ്രാസംഗർ വന്നാലേ കത്തത്തുള്ളൂ. പക്ഷെ എൻ്റെ ദൈവം പറഞ്ഞു, എല്ലാ ദിവസങ്ങളിലും എല്ലാ തലമുറകളിലും ആ കതിരവിളക്കം നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. എന്നും ജ്വലനമാണ്, എപ്പോഴും ജ്വലനമാണ്. ശബ്ദമുയർത്തി പറ, എന്നും ജ്വലിക്കും, എപ്പോഴും ജ്വലിക്കും. ഒരിക്കൽ കൂടെ, എന്നും ജ്വലിക്കും, എപ്പോഴും ജ്വലിക്കും. എല്ലാ പിള്ളേരും ഉൾപ്പെടെ ഉള്ളവർ ശബ്ദം ഉയർത്തി പറഞ്ഞേ, എന്നും ജ്വലിക്കും, എപ്പോഴും ജ്വലിക്കും. അർത്ഥം, നിന്റെ മക്കളും ജ്വലിക്കാൻ പോവാ. നീ അത് കാണും. നിന്റെ കൊച്ചുമക്കൾ ജ്വലിക്കുന്നത് നീ കാണും. ഈ പട്ടണത്തിൽ ഒരുപാട് ഇംഗ്ലാസ്ദാബാദ് ഉയരുന്ന ഒരു സിറ്റിയാണ്, ക്യാപിറ്റൽ ആയതുകൊണ്ട്. അതുകൊണ്ട് അവർ വിളിക്കുന്ന ഒരു കാര്യമുണ്ട്, തലമുറ തലമുറ കൈമാറി. ബാക്കി പറ. സഖാക്കൾ വന്നിട്ടുണ്ട്. കെടാതെ ഞങ്ങൾ. ആക്ച്വലി ഇത് അവരതല്ല, നമ്മളത് മോട്ടിച്ച് അവരെ വിളിക്കുക. ആക്ച്വലി നമ്മളാണിത് വിളിക്കേണ്ടത്. എന്താ? തലമുറ തലമുറ കൈമാറി. ബാക്കി പറ. കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. കാരണം ഇത് അടുപ്പിൽ നിന്നല്ല ഈ തീ ഉണ്ടായത്. സ്വർഗത്തിൽ നിന്നാണ് ഈ തീ വന്നത്. ഞാനൊരു വാണിംഗ് പറയട്ടെ, ഈ തീയെ വെള്ളമൊഴിക്കാൻ ശ്രമിക്കുന്ന ഒരുത്തൻ കറങ്ങി നടക്കുന്നുണ്ട്. കമാൺ, പോയി പോയി പോയി. ദൈവം നിനക്ക് തന്ന തീയിൽ വെള്ളമൊഴിക്കാൻ കറങ്ങി നടക്കുന്ന ഒരുത്തൻ ഈ നാട്ടിലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ വല്ലവന് വെള്ളമെടുത്തെന്ന് കേട്ടാൽ മങ്ങിക്കത്തുന്നതിനെ ആളി കത്തിപ്പിപ്പാൻ മങ്ങിക്കത്തുന്നത് ആളി കത്തട്ടെ. ഈ ജോൺ മരിയൻ എഴുതിയ
പിൽഗ്രിം പ്രോസസ്, പരദേശി മോക്ഷയാത്രയിൽ സ്തോത്രം ക്രിസ്ത്യാനി കാണുക ഈ ജ്വലനത്തെ കെടുത്താൻ സാത്താനത വെള്ളം ഒഴിക്കുക. പക്ഷെ എത്രത്തോളം സാത്താൻ വെള്ളം ഒഴിക്കുന്നോ മറുവശത്ത് ദൂതൻ നിന്ന് എണ്ണ ഒഴിക്കുക. മറുവശത്ത് ദൂതൻ എണ്ണ ഒഴിക്കുന്നു, ഇപ്പുറത്ത് സാത്താൻ വെള്ളം ഒഴിക്കുന്നു. പക്ഷെ നടന്നത് തീ കെട്ടുപോകുന്നില്ല. എന്താ തീ കെട്ടുപോകാത്തത്? എണ്ണ വെള്ളത്തെക്കാൾ മേലെയാ നിൽക്കുന്നത്. നിന്റെ അഭിഷേകം നിന്റെ വെല്ലുവിളികളെക്കാൾ, നിന്റെ പ്രശ്നത്തെക്കാൾ മേലെയാണ്. Come on, ഏറ്റെടുക്കാൻ. Come on, fire, falling. Yes, നിന്റെ അഭിഷേകം നിന്റെ വെല്ലുവിളിയേക്കാൾ മേലെയാണ്. അതുകൊണ്ട് നിന്റെ ജ്വലനം ഒരിക്കലും കെട്ടുപോകത്തില്ല. അത് കെട്ടുപോകത്തില്ലെന്ന് മാത്രമല്ല, അത് തലമുറകളിലേക്ക് കൈമാറുകയും ഞാൻ കാണാൻ പോവാ. നിന്നിലൂടെ ആയിരങ്ങളിലേക്ക് ഈ പട്ടണത്തിൽ പടരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ നീ ആയിരങ്ങൾക്ക് പാസ്റ്റർ, നീ ആയിരങ്ങൾക്ക് പാസ്റ്റർ അമ്മയാ. Come on. In the name of Jesus. എത്രത്തോളം സമർപ്പണമുണ്ടോ അതനുസരിച്ചാണ് അകത്ത് ഗ്ലോറി പ്രകാശിക്കുന്നത്. മിനോറ ഞാൻ പറഞ്ഞത്, കതിരവിളക്ക് പ്രകാശിച്ചു, സമാഗമനം ഒരു ആക്റ്റീവായി. ഇത് തുടങ്ങിയത് യാഗപീഠത്തിലാണ്, മറന്നുപോലെ. അയ്യോ, ഇത് ആരംഭിച്ചത് യാഗപീഠത്തിലാണ്, സമർപ്പണത്തിലാണ് ആരംഭിക്കുന്നത്. ഇത് കീബോർഡിലല്ല ആരംഭിക്കുന്നത്, ഇത് പ്രാസംഗിന്റെ സൂട്ട്കേസിലല്ല ആരംഭിക്കുന്നത്, ഇത് വർഷിപ്പ് ലീഡറിന്റെ ശബ്ദത്തിലല്ല അവർ ആരംഭിക്കുന്നത്. ക്രിസ്ത്യാനിയെ കേൾക്ക, നിന്റെ സമർപ്പണത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. പുറത്തെ പ്രാകാരത്തിൽ ആരംഭിച്ചത് വിശുദ്ധ സ്ഥലത്ത് കതിരവിളക്കിൽ ജ്വലിച്ച്, അപ്പോഴേക്കും അഹരോനും കണ്ടു കാണും ആ വിശുദ്ധ സ്ഥലത്ത് ഭയങ്കര ഒരു ഗ്ലോ, ഭയങ്കര ഒരു മഹത്വം. അപ്പൊ ഗ്ലോറി ആക്ടിവേറ്റായി. മനസ്സിലായി? രാമേൻ പറഞ്ഞേ, അകത്ത് മഹത്വം ഇറങ്ങുക. ഇന്ന് ആരുടെ അകത്തൊക്കെ മഹത്വം ഒന്ന് ഇറങ്ങുമാറാകട്ടെ. സമർപ്പണം എവിടെയുണ്ടോ, ഏത് വ്യക്തികൾ സമർപ്പണമുണ്ടോ, ഏത് വീട്ടിൽ സമർപ്പണമുണ്ടോ, ഏത് കുടുംബത്തിൽ സമർപ്പണമുണ്ടോ, ഏത് ചർച്ചിൽ സമർപ്പണമുണ്ടോ, കേൾക്കുന്ന മുന്നേ അവിടെയാണ് മഹത്വം വെളിപ്പെടുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് സമർപ്പണമുള്ള ദൈവദാസന്മാർ. സാധു കൊച്ചു ഉപദേശി ദീർഘവർഷങ്ങൾ 5 നേരം തിന്ന് ജീവിച്ചു എന്നല്ല ദൈവദാസന്മാർ എന്നോട് പറഞ്ഞത്. ചില അടുക്കളകൾക്ക് ശബദാചരിക്കേണ്ടതായ സമയം വന്നിരിക്കുന്നു. എന്തൊരു ശാന്തത! എന്നെ ആരൊക്കെയോ തല്ലിക്കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നു. ചില അടുക്കളകൾക്ക് ശബദാചരിക്കേണ്ട സമയം വന്നിരിക്കുന്നു. സാധു കൊച്ചുകുഞ്ഞുപദേശി ദീർഘവർഷങ്ങൾ, പല ഡെക്കേഡ്സ് ഒറ്റ നേരത്തെ ആഹാരത്തിൽ ആചരിച്ചത്. അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായി. മാരാമൺ കൺവെൻഷൻ ഉണ്ടായി. മാരാമൺ കൺവെൻഷൻ അന്ന് പത്തനംതിട്ട ജില്ലയുടെയല്ല, ഏഷ്യയുടെ തന്നെ ഏറ്റവും വലിയ ആത്മീയ ഗ്യാതറിംഗ് ആയിരുന്നു. സോൾ കൊറിയ അല്ല, ശ്രീലങ്കയിലെ മീറ്റിംഗ് അല്ല, നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്ക് അടുത്തുള്ള മാരാമണിലായിരുന്നു ഏറ്റവും വലിയ ജനക്കൂട്ടം.
ഏറ്റവും വലിയ ജനക്കൂട്ടം ഉണ്ടായത് കാരണം വാരി വരിച്ച് തിന്നത് കൊണ്ടല്ല, ആവശ്യമില്ലാത്തത് മാറ്റി നിർത്തിക്കുന്നത് കൊണ്ട്. നിനക്കില്ലാത്തത് സമർപ്പണമാണ്. സമർപ്പണമുള്ളവനെ ദൈവം ഉപയോഗിക്കുന്നു. 2009 ഒരു 1500 പാസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് നാഗറൂരിലുണ്ടായി. സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല ദിവദാസന്മാരോടുകൂടെ ഞാൻ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയി. രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റാണ്. താമസിച്ച ഹോട്ടലിൽ ഡൈനിങ് ഹാളിൽ 8 മണിക്ക് ഞങ്ങൾ പ്രീച്ചേഴ്സ് എല്ലാം കൂടെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടിയപ്പോൾ ഒരാളിനെ കാണുന്നില്ല. ഇന്ത്യൻ ചർച്ചിൻ്റെ ഏറ്റവും ബെസ്റ്റ് ചർച്ച് പ്ലാന്ററാണ് എസന്ന. അദ്ദേഹം സ്തോത്രം ആന്ധ്ര ഗുണ്ടൂരിൽ നിന്നാണ് വന്നത്. സ്തോത്രം എസന്ന ഒഴികെ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ചോദിച്ചു എസന്ന എണ്ണയെ. പെട്ടെന്ന് ഒരു തമിഴ് സഹോദരൻ പറഞ്ഞു, വേണ്ടേ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിൽക്കുക. അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരു 40-45 പേരുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സായി വഴിപോക്കരായി. ആരണ്ട് ഓടിച്ചെന്നപ്പം പുള്ളി നന്നായി പ്രസംഗിക്കുകയാണ്, സുവിശേഷം പറയുക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക. വിളിക്കാൻ പോയ ആള് ചായ തണുക്കുന്നു, ദോശ വരളുന്നു എന്ന് പറഞ്ഞ ആള് സ്റ്റക്കായി. കാരണം സ്തോത്രം അദ്ദേഹം കണ്ണുനീരോടെ രക്ഷയിലേക്ക് നയിക്കുക. ആ റോഡിൻ്റെ സൈഡിൽ ചിലർ മുട്ടുമടക്കി രക്ഷാവാചകം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം യേസന്ന ഹോട്ടലിലേക്ക് കയറി വന്നു. ഞങ്ങൾ ചോദിച്ചു, അണ്ണേ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ എന്തുകൊണ്ടാണ് വെളിയിൽ പോയത്? അപ്പോൾ പുള്ളി പറഞ്ഞ്, എല്ലാ ദിവസങ്ങളിലും ഞാൻ ഭക്ഷണത്തിന് വാ തുറക്കും മുമ്പ് എല്ലാ ദിവസങ്ങളിലും ഞാൻ ഭക്ഷണത്തിന് വാ തുറക്കും മുമ്പ് ഞാൻ സുവിശേഷം പറയാൻ വാ തുറക്കും. അതുവരെ സുവിശേഷം കേട്ടിട്ടില്ലാത്ത ആൾക്കാരെ തേടി പിടിച്ച് ഞാൻ സുവിശേഷം എൻ്റെ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് മാത്രം. നിങ്ങൾ കേട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എല്ലാ ദിവസങ്ങളും സുവിശേഷം കേട്ടിട്ടില്ലാത്ത ജനത്തോട് ഞാൻ സുവിശേഷം പറഞ്ഞിട്ട് മാത്രമേ ഞാൻ ഭക്ഷണത്തിന് വാ തുറക്കത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞു, യേശു ഇല്ലെങ്കിൽ പിന്നെ എന്തിന് ഭക്ഷണം? ഉള്ളവൻ നേരിട്ട് കേട്ടതാണ്, യേശു ഇല്ലെങ്കിൽ പിന്നെ എന്തിന് ഭക്ഷണം? യേശുവില്ലാത്ത ഭക്ഷണം, യേശുവില്ലാത്ത ഫ്രണ്ട്ഷിപ്പ്, യേശുവില്ലാത്ത ചുറ്റിക്കളികൾ, യേശുവില്ലാത്ത ബന്ധങ്ങൾ സകലതും വിട്ടുമാറട്ടെ. സമർപ്പണമുള്ളവന് അകത്ത് മഹത്വമുണ്ട്. സമർപ്പണമുള്ളവൻ പറയും, രമേശാൻ, രാജ്യം അങ്ങയ്ക്ക്, ശക്തി അങ്ങയ്ക്ക്, മഹത്വവും അങ്ങയ്ക്ക്. ഞാനൊരു ചാനലായി നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു ചാനലായി നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും എൻ്റെതല്ല. രാജ്യം അങ്ങയ്ക്ക്, പറ, ശക്തി അങ്ങയ്ക്ക്, മഹത്വം അങ്ങയ്ക്ക്. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ ആ വാചകം പറയാമോ? രാജ്യവും ശക്തിയും മഹത്വവും. കേട്ടില്ലല്ലോ മക്കളെ? വീട്ടിൽ പറയുന്ന പോലെ പറഞ്ഞ ഒരിക്കൽ കൂടെ പറഞ്ഞ്, രാജ്യവും എന്നും എന്നേക്കും അങ്ങേക്കുള്ളത്. എന്നും എന്നേക്കും അങ്ങേക്കുള്ളത്. ഇപ്പോൾ 12:30 വരെ മാത്രമല്ല, എന്നും എന്നേക്കും നിരന്തരമായി. കാരണം അവിടുന്ന് താൽക്കാലിക ദൈവമല്ല, അവിടുന്ന് എറ്റേണലാണ്. അപ്പുറത്തെ മന്ത്രിസഭ താൽക്കാലിക. മറ്റേ അവാർഡ് കിട്ടിയ നടൻ താൽക്കാലികമാ, മറ്റേ സ്പോർട്സ് താരം താൽക്കാലികമാ, ഈ ലോകത്ത് കാണുന്ന സകലതും താൽക്കാലികമാ. പക്ഷെ എൻ്റെ ദൈവം എറ്റേണലാ. രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും അങ്ങേക്കുള്ളത് അത്രേ. സോ ആ ടൈമിന് ഒരു പ്രത്യേക പേരുണ്ട്. ആ ടൈമിനൊരു പ്രത്യേക പേരുണ്ട്, പ്രകീർത്തനം, അല്ലെങ്കിൽ ദൈവിക സ്തുതി. പ്രകീർത്തനം, ദൈവിക പ്രകീർത്തനം, ദൈവിക സ്തുതി. തിയോളജിക്കൽ ടേമിൽ സ്തോത്രം പറഞ്ഞാൽ ഡോക്ടർ
ജര സാർ പറയും, വിച്ച് ഈസ് കോൾഡ് ഡോക്സോളജി. വിച്ച് ഈസ് കോൾഡ് ഡോക്സോളജി. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്കുള്ളത്. അതൊരു ഡോക്സോളജിയാണ്. ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് ചുമ്മാ സ്തോത്രമല്ല, ചുമ്മാ നനഞ്ഞ ഉണങ്ങിയ അംഗവൈകല്യം വെച്ച ആ സ്തോത്രമല്ല. ദൈവമാരെന്ന് കണ്ട്, ദൈവമാരെന്ന് മനസ്സിലാക്കി, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കൊടുക്കുന്ന ഒരു സ്തുതി. Come on. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം ആരെന്ന്, അപ്പച്ചൻ ആരെന്ന് അറിഞ്ഞ് കൊടുക്കുന്ന ഒരു സ്തുതി. പഞ്ചായത്ത് പ്രസിഡന്റ് വന്നാൽ ഈ കസേരയിലൊക്കെ ഇരുന്നിട്ട് പോകും. പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് വന്നാൽ ഈ കസേര ഇരുന്നിട്ട് പോകും. പക്ഷെ ഇന്ത്യൻ പ്രസിഡന്റിന് അതേ പ്രസിഡന്റ് ഇരുന്ന കസേരയിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ ഇരുത്താൻ ശ്രമിച്ചാൽ നീ വിവരം അറിയും. രണ്ടും പ്രസിഡന്റാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവമാരെന്ന് അറിഞ്ഞിട്ട് സ്തുതിക്കുന്ന ഒരു സ്തുതി, അതിൻ്റെ പേരാണ് ഡോക്സോളജി. രാജ്യവും പറഞ്ഞേ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്കുള്ളത്. ആദ്യം വായിച്ച എഫേസർ 3:20 ഉണ്ടല്ലോ. ആരാധനാ സമയത്ത് ജിസൻ കത്തി നിന്നപ്പോൾ ഇടർച്ചക്കല്ലായി ഞാൻ കയറി വന്ന് വായിച്ച ആ ഒരു വാക്യമുണ്ടല്ലോ, എഫേസർ 3. എന്നാൽ നാം ചിന്തിക്കുന്നതിനേക്കാൾ അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അത് ഡോക്സോളജിയാ. അത് ദൈവം ആരെന്ന് പൗലോസ് മനസ്സിലാക്കിയിട്ട് ഉറങ്ങുന്നോ? ഹലോ, ഉറങ്ങുന്നോ? ദൈവം ആരെന്ന് പൗലോസ് മനസ്സിലാക്കിയിട്ട് പൗലോസ് എഴുതുകയാണ്, നാം ചോദിക്കുന്നതിനേക്കാൾ, നാം ചിന്തിക്കുന്നതിനേക്കാൾ നമ്മിൽ അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അതിൻ്റെ പേര് ഡോക്സോളജി. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ദൈവത്തെ സ്തുതിക്കണം. ചുമ്മാ ചന്ന പന്ന ആരാധനയല്ല ഞായറാഴ്ചകളിൽ. അയ്യോ, ഞായറാഴ്ച എന്ന ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് ദൈവം ആരെന്ന് മനസ്സിലാക്കി അവന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ആരാധിക്കട്ടെ. രണ്ടുപേരെ നോക്കി പറഞ്ഞാട്ടെ, നമ്മുടെ ലെവൽ മാറിയേ പറ്റൂ. പെട്ടെന്ന് പറഞ്ഞ്, നിന്റെ പോക്കറ്റ് മാറി ചാക്കാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. സ്തോത്രം, നിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിൽ, നിന്റെ സ്പിരിച്വൽ സ്റ്റാൻഡേർഡ്, അത് നിന്റെ സ്തോത്രം, അതെ, ആ സ്തുതിയുടെ സ്റ്റാൻഡേർഡ് മാറിയാൽ ലൈഫിൻ്റെ സ്റ്റാൻഡേർഡിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അത് താനേ മാറിക്കൊള്ളു. നിന്റെ ആരാധനയുടെ സ്തുതിയുടെ സ്റ്റാൻഡേർഡ് മാറിയാൽ നിന്റെ ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് ഒരിക്കലും ചോദിക്കാതെ, പ്രാർത്ഥിക്കാതെ, ഉപവസിക്കാതെ മാറിക്കൊള്ളു. ഇത് ചുമ്മാതല്ല പറഞ്ഞേ. 1 ദിനവൃത്താന്തം 29 അധ്യായം 11 വാക്യത്തിൽ കാണുന്നതായ ആ ഡോക്സോളജിയാണ് മത്തായി 6:13 അവസാനം റിഫ്ലക്റ്റ് ചെയ്യുന്നത്. 1 നാളാകമോ 29 അധികാരം 11 വസനം. 1 നാളാകമെന്ന് പറഞ്ഞാൽ 1 ദിനവൃത്താന്തം. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 29 verses 11. ശബ്ദമുയർത്തി വെടിവെക്കുന്നത് പോലെ എല്ലാവരും വായിച്ചേ. ശബ്ദമുയർത്തി വായിച്ചേ. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. ശക്തിയോടെ പറ, യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു, നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. ഇതിൻ്റെ പേരാണ് ഡോക്സോളജി. ദൈവത്തെ താൻ ആരെന്ന് മനസ്സിലാക്കി ഒരുവൻ സ്തുതിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ സ്തുതിയായത്. ഒരിക്കൽ കൂടെ കേട്ടില്ല. തൻ്റെ ലൈഫിൻ്റെ അവസാനത്തെ സ്തുതിയാണത്. തൻ്റെ ലൈഫിൻ്റെ അവസാനത്തെ ആരാധനയായത്. ഈ പുള്ളിയുടെ ആരംഭം വെറും മോശമായിരുന്നു, പക്ഷെ ലൈഫിൻ്റെ അവസാനം
ആ കിടന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഇത്രത്തോളം വരാൻ ഞാൻ എന്തുമാത്രം. എന്നെ ഉയർത്തിയത് മാത്രമല്ല ഞാൻ കണ്ടത്, എൻ്റെ ചെറുക്കൻ ശലോമോനെ ഉയർത്തി ജ്ഞാനത്തിൽ നിറച്ചവനെ സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്നത് നോക്ക്. അത് ദാവീദ് കണ്ട ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഒരു ദൂത് പറയട്ടെ, നിന്റെ മക്കൾ തൊലയുന്നതല്ല നീ കാണുന്നത്, നിന്നേക്കാൾ വലിയ മഹത്വത്തിൽ നിന്റെ തലമുറ ഉയർന്നിരിക്കുന്നത്, ആരാധിക്കുന്നവനെ സ്തുതിക്കുന്നവനെ നീ കാണാൻ പോവാ. പക്ഷെ അവൻ്റെ ആരംഭം വെറും മോശമായിരുന്നു, ജാരസന്തതിയായിരുന്നു. അവനെ കുടുംബത്തിന് വലിയ നാണക്കേടായിരുന്നു. അതുകൊണ്ട് അപ്പൻ കുറച്ച് ആടുകളെ കുറിച്ച് അവനെ കാട്ടിൽ പറഞ്ഞു വിട്ടു. അപ്പം വിചാരിച്ചത് ഇവൻ കാട്ടിൽ സ്തോത്രം പോയി വല്ല മൃഗവും പിടിച്ചവൻ ചത്തുപോകുമെന്ന് വിചാരിച്ചേ. അവന് സ്തോത്രം റിജക്ഷനിലായിരുന്നു, തിരസ്കരണത്തിൽ. ആ വീട്ടിൽ നിന്ന് അവൻ തിരസ്കരിക്കപ്പെട്ടവനാ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ തിരസ്കരിക്കപ്പെട്ടവർ? വീട്ടുകാർക്ക് വേണ്ടാത്തവർ, നാട്ടുകാർക്ക് വേണ്ടാത്തവർ. ഷെയിമാണ് അവനെ കാണുന്നത്. എന്നെ ഇശായിക്ക് ഷെയിമാണ്. നീ എൻ്റെ വീട്ടിന് നാണക്കേടാ എന്നല്ലേ നിങ്ങൾ ചിലരെ നോക്കി നിൻ്റെ അപ്പനും അമ്മയും പറഞ്ഞ് നീ വീടിന് തന്നെ നാണക്കേടാ. പക്ഷെ ഞാൻ ഒരു ദൂത് പറയട്ടെ, നിൻ്റെ പേരിലായിരിക്കും ആ വീട് നീ അറിയപ്പെടാൻ പോകുന്നത്. ലോൺലിയായി, റിജക്റ്റഡായി, നാണം കെട്ടവനായി, ഇൻസെക്യൂറായി യവൻ മരുഭൂമി കിടന്ന് ദൈവത്തെ സ്തുതിക്കുക. കുട്ടി ഇൻസെക്യൂറാണോടാ മോളെ? ഷെയിമിലാണോ ജീവിക്കുന്നത്? പക്ഷെ ഒന്ന് മാത്രം കുറയല്ല, നിന്റെ സ്തുതിയും ആരാധനയും കുറയല്ല. ആ കാട്ടിൽ കിടന്ന് ദൈവത്തെ സ്തുതിച്ചവനെ കണ്ട ഒരു കർത്താവുണ്ട്. ആ കാട്ടിൽ കിടന്ന് സ്തുതിച്ചവനെ ദൈവം പൊക്കി. ഒരിക്കൽ കൂടെ, ആ കാട്ടിൽ കിടന്ന് സ്തുതിച്ചവനെ ദൈവം പൊക്കി. ആരെയോ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, നിന്റെ പ്രമോഷന്റെ ദിവസങ്ങളാണിത്. ഞാൻ തെലങ്കാനയിൽ പ്രസംഗിക്കുമ്പോൾ, ആന്ധ്രയിൽ പ്രസംഗിക്കുമ്പോൾ അവരിങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്, ആരണ്യത്തിൽ നിന്ന് അന്തപുരത്തേക്ക് ദാവീദിന് ഒരു പ്രമോഷൻ കൊടുത്തു. കേട്ടില്ല? ആരണ്യത്തിൽ നിന്ന്. അരണ്യം മീൻസ് കാട്. കമോണ്, മലയാളം പഠിച്ചില്ല, ഇംഗ്ലീഷ് മറന്നും പോയി. ഒരിക്കൂടെ സ്തോത്രം. ആരണ്യത്തിൽ നിന്ന് അന്തപുരത്തേക്ക് ഒരു പ്രമോഷനായി ഇടയച്ചെറുക്കന് ദൈവം കൊടുത്ത്. 3 പേരെ തൊട്ട് പറ, ആരാധിക്കുന്നവന് പ്രമോഷനുണ്ട്. പെട്ടെന്ന് പറഞ്ഞേ, പറ. ആരാധിക്കുന്നവന് പ്രമോഷനുണ്ട്. ആരാധിക്കുന്നവൻ്റെ കിടക്ക മാറും, ആരാധിക്കുന്നവൻ്റെ തലേണ മാറും, ആരാധിക്കുന്നവൻ്റെ ആഹാരം മാറും, ആരാധിക്കുന്നവൻ്റെ വസ്ത്രധാരണം മാറും. ആരാധിക്കുന്ന വീട് താഴേക്കല്ല, ആരാധിക്കുന്ന വ്യക്തി താഴോട്ടല്ല. നീ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. ഒമ്പതാം മാസം അവസാന ഞായറാഴ്ച യേശുവിൻ്റെ നാമത്തിൽ സഭയായി നമുക്കിങ്ങനെ ഡിക്ലെയർ ചെയ്ത് മുന്നോട്ട് പോകാം. അടുത്ത വർഷം ഈ നേരമാകുമ്പോൾ നിങ്ങൾ എന്നെ നോക്കിയാൽ ഈ ലെവലിൽ എന്നെ കാണാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ അടുത്ത വർഷം ഈ നേരമാകുമ്പോൾ ഈ ലെവലിൽ, ഈ ക്ലാസ്സിൽ നിങ്ങൾ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയത്തില്ല. കാരണം ആരാധിക്കുന്നവന് ഒരു പ്രമോഷൻ ഉണ്ട്.
അതെ അങ്കിളെ, ഞാൻ കൈയടിക്കാതിരുന്നത് എനിക്ക് കുറേ തടസ്സം ഉള്ളത് കൊണ്ടാണ്. പക്ഷെ മന്ദബുദ്ധിയൊന്നും ഞാൻ വിളിക്കത്തില്ല മക്കളെ. പക്ഷെ എങ്കിലും ഞാൻ അങ്ങ് പറഞ്ഞു പോയതാ. ഞാൻ ഒരു കാര്യം പറയാം, എത്ര കരടി വന്നാൽ, എത്ര സിംഹം വന്നാൽ, എത്ര ഗോരിയാത്ത് വന്നാൽ, എത്ര ശൗല് വന്നാൽ, എത്ര പരിഹസിക്കുന്ന മീകൾ വന്നാൽ, നിന്റെ പ്രമോഷനെ തടയാൻ, നിന്റെ ഉയർച്ചയെ തടയാൻ കഴിയത്തില്ല. ആരാധിക്കുന്ന കുടുംബങ്ങളെ, ആരാധിക്കുന്ന വ്യക്തികളെ, നിനക്കൊരു ഉയർച്ചയുണ്ട്. ബാലനെ അടുത്തിരിക്കുന്ന ഒരാളിന് ഹൈഫൈ കൊടുത്ത് പറ, ഐ എം അൺസ്റ്റോപ്പബിൾ. പറ, ഇരിക്ക, ഐ എം അൺസ്റ്റോപ്പബിൾ. പറ റെഡി. കേട്ടില്ല. ഇതൊക്കെ പല സമയത്തായി പോയി. കമോൺ, ഇത് ഹോളി സ്പിരിറ്റ് കരാട്ടെ പോലെ പല സമയത്തായി പോയി. അടുത്തിരിക്കുന്ന ആളുടെ നോക്ക്, വലത് കൈയാണോ ഇടത്, മൂക്കിൽ മാത്രം അടിക്കല്ലോ. കമോൺ, റിയലി. ഇത് വിശുദ്ധിയുടെ പഞ്ചാണെന്ന് മാത്രം പറയല്ല, പകരം സ്തോത്രം. അടുത്തിരിക്കുന്ന ആളിന് ഹൈഫൈ കൊടുക്കാൻ പോവാണ്. റെഡി, 1 2 3. എന്നെ തടയാൻ ആർക്കും കഴിയില്ല. പറഞ്ഞേ, എന്നെ തടയാൻ ആർക്കും കഴിയത്തില്ല. മറ്റൊരാളിന് അതുപോലെ കൊടുത്തു പറ, ഐ എം അൺസ്റ്റോപ്പബിൾ. ആരാധിക്കുന്ന നിന്റെ പേര് യു ആർ അൺസ്റ്റോപ്പബിൾ. ആരാധിക്കുന്ന നിന്റെ പേര് അൺസ്റ്റോപ്പബിൾ. ഇൻ ജീസസ് നെയിം. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ആ കാട്ടിൽ കിടന്ന് ഇടയനായി ആരാധിച്ചു തുടങ്ങിയവൻ ഉയർന്ന് എന്തോ പറഞ്ഞേ, ഉയർന്ന് രാജാവായി. ആദ്യം ഹെബ്രോനിലായിരുന്നു, പിന്നെ അവിടെ നിന്ന് യെരൂശലേമിലായി. 7 വർഷം ഹെബ്രോനിൽ, 33 വർഷം യെരൂശലേമിൽ. അതുവരെയും അവൻ കുഞ്ഞായിരുന്നപ്പോൾ എല്ലാവരും കുനിഞ്ഞു നോക്കി. ഇപ്പോൾ രാജ്യം മുഴുവൻ തല ഉയർത്തി നോക്കുക. ഞാനത് ധ്യാനിക്കുമ്പോൾ എൻ്റെ കർത്താവ് പറഞ്ഞത്, ഒരു വീട് അവനെ റിജക്റ്റ് ചെയ്തു, ഇപ്പോൾ ഒരു രാജ്യം മുഴുവൻ അവനെ അക്സെപ്റ്റ് ചെയ്തു. ആരാധിക്കുന്നവർ മാത്രം സ്തോത്രം പറഞ്ഞാൽ മതി. ഇമ്മിനി റിജക്ഷൻ വന്ന നിനക്ക് ഒത്തിരി അക്സെപ്റ്റൻസ് കർത്താവ് തരാൻ പോവാ. അവസാനം ഉയർന്ന് വലിയ രാജാവായി മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ 1 നാளாകമോ 29-ാമത് അധികാരം എന്ന് പറഞ്ഞാൽ 1 ദിനവൃത്താന്തം 29-ാം അധ്യായം. എനിക്ക് അതേ പറയാൻ അറിയത്തുള്ളൂ, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. സ്തോത്രം, അത് മാത്രമേ അറിയത്തുള്ളൂ. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം. മരണത്തിൻ്റെ വാതിക്കൽ കിടന്നിക്കുമ്പോൾ ഡോക്സോളജി പാടിയിട്ടാ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അതുവരെ താൻ കൊടുത്ത ഏറ്റവും ബെസ്റ്റ് പ്രൈസ് കൊടുത്തിട്ടാണ് ദാവീദ് ഈ ലോകത്തിൽ നിന്ന് പോയത്. വാട്ട് എ ചാലഞ്ച്! ഏറ്റവും ബെസ്റ്റ് ആരാധന, ഏറ്റവും ബെസ്റ്റ് ശുശ്രൂഷ, ഏറ്റവും ബെസ്റ്റ് ദൂത്, ഏറ്റവും ബെസ്റ്റ് ചെയ്തിട്ടാണ് ദാവീദ് ഈ ലോകത്തിൽ നിന്ന് പോയതെങ്കിൽ, കമോൺ, ആരാധിക്കുന്നവർക്ക് ഇന്ന് പകൽ പറയട്ടെ, ഏറ്റവും നല്ലത്, ഏറ്റവും ബെസ്റ്റ് അപ്പച്ചന് വേണ്ടി കൊടുത്തിട്ട് മാത്രമേ ഈ ലോകത്തിൽ നിന്ന് ഞാൻ പോകത്തുള്ളൂ. ഡോക്സോളജി, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങക്കുള്ളത്. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ പറഞ്ഞ, രാജ്യവും ശക്തിയും. മക്കളെ, അങ്ങനെ രഹസ്യം പറയുന്ന പോലെ അല്ല പറയേണ്ടത്. പറഞ്ഞ, രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. Hear the sound from heaven, the sound of many waters, sound of worship coming from the throne.
cries of adoration, men from every nation. ഈ ഞായറാഴ്ചയും lift their voice and make the glory known. One more time. Hear the sound from heaven, the sound of many waters, sound of worship coming from the throne, coming from the throne, cries of adoration. Come on. Men from every nation lift the voice and makes the glory known. Oh, holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. Elders and angels bow, the redeemed worship you now. Holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. Elders and angels bow, the redeemed worship you now. Holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. Sing, elders and angels bow, we worship you now. Holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. Elders and angels bow, we worship you now. Holy, holy, holy are you, Lord. പരിശുദ്ധനേ, രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ, രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. ഒരിക്കൽ കൂടെ, പരിശുദ്ധനേ, രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. ആരാധിക്കുന്നവനെ ദൈവം അവഗണിക്കുന്നില്ല. ആരാധിക്കുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ ദൈവം അവഗണിക്കുന്നില്ല. കമോൺ, ആരാധിക്കുന്നവൻ അപേക്ഷിക്കുമ്പോൾ അവസ്ഥ മാറുവാൻ തക്കവണ്ണം മറുപടി നൽകുന്നവനാണ് ദൈവം. ആരാധിക്കുന്നവനെ അവഗണിക്കാത്തവനാണ് ദൈവം. You know why?
കാരണം സ്വർഗത്തിൽ മുഴുവൻ ആരാധനയാണ്. 5 മിനിറ്റ് കൊണ്ട് 3 കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്വർഗത്തിൽ മുഴുവൻ ആരാധനയാണ്. ഇൻ ജീസസ് നെയിം ഈ ആരാധന മൂഡിൽ തന്നെ നിന്നുകട്ടെ. 1000 10,000 ദൂതന്മാർ ദൈവത്തിനുണ്ട്. അത്രയേ ഉള്ളൂ? നോ, അതാണ് അവൻ്റെ സൈന്യം. അവൻ്റെ സൈന്യം 1000 ഗുണം 10,000 ഗുണം 10,000. ആരും സ്തോത്രം പറഞ്ഞില്ല. 1000 ഗുണം 1000 ഗുണം 10,000 ഗുണം 10,000. അതാണ് അവൻ്റെ സൈന്യം. ഇതുപോലെ ആരാധിക്കുന്ന ദൂതന്മാരുണ്ട്. അവൻ്റെ സൈന്യം തന്നെ ഈ ലോകത്തിലുള്ള ആൾക്കാരെക്കാൾ ഒത്തിരി വലിയൊരു ഗണമാണ്, വലിയൊരു സംഖ്യയാണ്. ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്വരം യെശയ്യാ 6:3 എഴുതിയിരിക്കുന്നു. സ്വർഗത്തിൽ കേൾക്കുന്ന 3 ശബ്ദത്തെക്കുറിച്ച് പറയട്ടെ. രാജ്യവും ശക്തിയും മഹത്വം അങ്ങേക്കുള്ളത്. 3 കാര്യമാണ്: രാജ്യം, ശക്തി, മഹത്വം അങ്ങേക്കുള്ളത്. ഇതുപോലെ സ്വർഗത്തിൽ കേൾക്കുന്ന ഡോക്സോളജി, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയരുന്നതായ സ്തുതി, 3 ശബ്ദങ്ങളാണ്. യെശയ്യാ 6:3 പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരിക്കൽ കൂടെ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ബാക്കി പറ. സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരിക്കൽ കൂടെ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കരങ്ങൾ ഉയർത്തി പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞേ, സൈന്യങ്ങളുടെ യഹോവ. ഓൺലൈനായിരിക്കുന്നവർ പറഞ്ഞേ, ഓൺലൈനായിരിക്കുന്നവർ പറഞ്ഞേ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചർച്ച മുഴുവൻ ആർത്ത് പറഞ്ഞേ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കമാൺ കമാൺ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ശക്തിയോടെ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതാരാ? അത് പറയുമ്പോൾ തന്നെ അശുദ്ധിയുടെ കെട്ടുകൾ അഴിയുന്നു. കമാൺ ജീസൻ, സർവ അതേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. യു കീപ് സേ, യു കീപ് സേ, ഓ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. Come on, keep say, keep say. Yes, 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 yes. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവന്റെ ഭൂമിയും അവന്റെ മഹത്വം കൊണ്ട്. സ്വർഗത്തിന്റെ ഏത് തെരുവിൽ നിങ്ങൾ നടന്നാലും, സ്വർഗത്തിന്റെ ഏത് കോണിൽ നിങ്ങൾ നിന്നാലും, ഈ ശബ്ദം സ്വർഗത്തിൽ ഉയരുന്നത്, ദൈവസിംഹാസനത്തിന്റെ ചുറ്റും നിന്ന് ഈ ശബ്ദം ഉയരുന്നത് നിങ്ങൾക്ക് കേൾപ്പാൻ കഴിയുമായിരിക്കും. രണ്ടാമത് വേറൊരു ശബ്ദമുണ്ട്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 12-13 വാക്യങ്ങൾ പറയുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 12-13 വാക്യങ്ങൾ പറയുന്നു. എല്ലാം പറയാൻ നേരമല്ല, ഒറ്റ വാക്കിൽ മാത്രം ഞാൻ പറയട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. മുഴുവൻ വായിച്ചാൽ, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ പറയാൻ, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. എല്ലാവരും പറഞ്ഞ എന്താണ്? 2000 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി
നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ആ ഓൺലൈനിലായിരിക്കുന്നവർക്ക് വേണ്ടി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ്, മനുഷ്യ ശരീരമല്ല എന്ന് തോന്നുമാറ് തകർന്ന തരിപ്പണമായി ക്രൂശിൽ കിടന്ന് പക്ഷെ ക്രൂശിൽ കിടന്നവനെ ദൈവം ഉയർത്തി സിംഹാസനത്തിൽ ഇരുത്തിയെങ്കിൽ ഇന്ന് ജീവിതത്തിന്റെ ക്രൂശുകളിൽ കിടന്ന് പിടയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, യെസ്, നിനക്കൊരു ഉയർച്ചയുണ്ട്. ജീവിതത്തിന്റെ ക്രൂശുകളിൽ നീ തീർന്നു പോകത്തില്ല. നിനക്കൊരു ഉയർച്ചയുണ്ട്. സിംഹാസനത്തിൽ ഇരിക്കുന്ന കുഞ്ഞാടിനെ നോക്കി 24 മൂപ്പന്മാര് ദൂതന്മാർ പറയുന്നു, ഗ്ലോറി ടു ദ ലാം ഹു വാസ് സ്ലെയിൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ശബ്ദമുയർത്തി പറഞ്ഞേ, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. രണ്ടാമത് സ്വർഗത്തിൽ കേൾക്കുന്ന സ്വരം ഡോക്സോളജി. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധനയുടെ പൂർണ്ണത സ്വർഗത്തിൽ നടക്കുക. ആരാധനയുടെ പൂർണ്ണത ഭൂമിയിലല്ല, ആരാധനയുടെ ഫുൾനെസ് സ്വർഗത്തിലാണ്. മനസ്സിലായ രാമേൻ പറഞ്ഞാണ്, ആരാധനയുടെ പൂർണ്ണത ഭൂമിയിലല്ല, ആരാധനയുടെ പൂർണ്ണത സ്വർഗത്തിലാണ്. രണ്ടാമത് സ്വർഗത്തിൽ അത് കേൾക്കുന്ന സ്വരം അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ബാക്കി വീട്ടിൽ പോയി വായിച്ചു നോക്കിയ മൂന്നാമത്തെ സ്വരം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സ്വർഗത്തിൽ കേട്ട സ്വരം. എന്താ മക്കളെ പറ, എന്താ? തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സ്വർഗത്തിൽ കേട്ടത് ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞ മൂന്നാമത്തെ സ്വരം എന്താണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇൻ ജീസസ് നെയിം. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഒരിക്കൽ കൂടെ, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. രണ്ടാമത് കുഞ്ഞാടെ നീ അറുക്കപ്പെട്ട്. മൂന്നാമത് ഹല്ലേലൂയ. ഞാൻ നിർത്തി, ഇനി നിങ്ങൾ തുടങ്ങിയാട്ടെ. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പറഞ്ഞ നിങ്ങൾ ആരംഭിച്ച് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു. മൂന്നാമത് ഹല്ലേലൂയ. കമോൺ, കരങ്ങളെ ഉയർത്തി, ശബ്ദം ഉയർത്തി, ജ്വലിച്ച് നിന്ന് ജ്വലിച്ചു പറഞ്ഞേ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. രണ്ട് കരങ്ങളെ തലയ്ക്ക് മുകളിൽ ഉയർത്തി. യെസ് 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 യെസ്. ആരും വെറുതെ നിൽക്കരുത്. പറഞ്ഞു നിന്ന്. In the name of Jesus. Thank you, Holy Spirit. Yes. Hallelujah. സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വായ് തുറന്ന് പറഞ്ഞേ. യെസ്, കുഞ്ഞാടി നീ അറുക്കപ്പെട്ടു. ഹല്ലേലൂയ.